പുറം കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ കുരുങ്ങി മത്സ്യത്തൊഴിലാളികളുടെ മീൻ വലകൾ നശിക്കുന്നത് വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കണ്ട കാഴ്ചകൾക്ക് സമാനമാണ് കൊച്ചിയിലെയും അവസ്ഥ. കൊച്ചിയിൽ നിന്നും കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ട്രോളിംഗ് നിരോധനത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിലാണ് ഈ പുതിയ പ്രതിസന്ധി കൂടി അവർക്ക് നേരിടേണ്ടി വരിക. എന്തോ ഭാരമുള്ളൊരു സാധനം വന്ന് വലയിൽ കുടുങ്ങുകയും വല അങ്ങനെ വലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏകദേശം ഒരു 1000 കിലോ താഴെ വല അതേ മാറ്റിയിട്ടേക്കുന്ന വലകളാണ്. അത് നിങ്ങൾ അതും വിഷ്വലി എടുക്കണം. 1000 കിലോ വലയോളം പറഞ്ഞ് നമ്മളുടെ വലയിൽ നിന്ന് പറഞ്ഞ് കടലിൽ വിട്ട് പോയി നമുക്ക് ഒരു വല കിട്ടിയില്ല എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ തുടങ്ങിയുള്ള പണിയാണ്. ഇപ്പോഴാണ് പണി 50 തൊഴിലാളികളുടെ 2 ദിവസത്തെ ഞങ്ങളുടെ തൊഴിൽ നഷ്ടം. സുബൈർ പറയുന്നത് തന്റെ ജീവിതമാണ്. ഇതുപോലെ തന്നെയാണ് കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ കഥയത്രയും. ട്രോളിംഗ് നിരോധനം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടയിൽ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നഷ്ടം സഹിച്ചും ഇപ്പോൾ കടലിൽ പോകുന്നത്. എന്നാൽ കപ്പലപകടം സൃഷ്ടിച്ച പ്രതിസന്ധി ചെറുതല്ല. കഴിഞ്ഞ ദിവസം അവശിഷ്ടങ്ങളിൽ കുടുങ്ങി ഇല്ലാതായത് 1000 കിലോ വലയാണ്. വില 6 ലക്ഷം രൂപ. ഈ ഒഴുകി വന്ന് കിടക്കുന്ന ഈ കണ്ടെയ്നറിൻ്റെയും മറ്റുള്ള സാധനങ്ങളും എല്ലാം കടലിൽ നിന്ന് എടുത്ത് മാറ്റി പിന്നെ ഈ വന്നേക്കുന്ന നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരവും തന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇത് ചെയ്യണത്. ഇതുപോലെ സംഭവിച്ചിട്ട് എന്നാല് ബ്ലേഡിൽ നിന്നൊക്കെ പൈസക്ക് മേടിച്ചൊക്കെയാണ് ഞങ്ങളിത് ചെയ്യണത്. ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഞങ്ങൾക്ക്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ വളരെ ഉപകാരമായിക്കോളും. ട്രോളിങ് എന്നാൽ കാറ്റും മഴയും പിടിച്ച് കാരണം പണിക്കും പോകാത്ത കണ്ടീഷനിലാണ് വന്നത്. ആലപ്പുഴ തീരത്തിനു പിന്നാലെ കൊച്ചിയിലെയും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് ഗുരുതര പ്രതിസന്ധിയാണ്. ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളിലെ ഭൂരിഭാഗം വലകളും ഉപയോഗശൂന്യമായി. വള്ളങ്ങളിലെ തൊഴിലാളികളെല്ലാം ചേർന്ന് വലകൾ തുന്നിയെടുക്കുന്ന കാഴ്ചയാണ് ഹാർബറുകളിലേക്ക് ചെന്നാൽ കാണാൻ കഴിയുക. കപ്പലപകടത്തിൽ കേസെടുത്തെങ്കിലും മറ്റു നടപടികളിലേക്ക് കടന്നിട്ടില്ല. നഷ്ടപരിഹാരം സംബന്ധിച്ച് ചർച്ചകളും എങ്ങുമെത്തിയില്ല. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം കടലോളം ആഴത്തിൽ വർദ്ധിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. അതാണ് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഡാനി, എന്താണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയുടെ ഇപ്പോൾ ഒരു യഥാർത്ഥ ചിത്രം എത്രയാണ്? എത്ര വലിയ നാശനഷ്ടമാണ് ഈ മേഖലയിൽ അവർക്ക് നേരിടേണ്ടി വരുന്നത്? സജിത്ത്, കേരളത്തിൻ്റെ തീരമേഖലകൾ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തെങ്ങും ഇത്ര കനത്ത ഒരു പ്രതിസന്ധിയെ, ഇത്ര ഒരു ആഘാതത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതെ, നമ്മൾ പലപ്പോഴും ഈ പ്രകൃതിക്ഷോഭങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ അവർ ബാധിക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഒരു അപകടത്തെ തുടർന്നുണ്ടായ വിഷയങ്ങളാണ്. ഇത് കപ്പലപകടത്തെ തുടർന്ന് പിന്നീട് അതിൻ്റെ കണ്ടെയ്നർ കടലിലേക്ക് ഒഴുകി പറക്കുന്നു. അതിൽ തുടർന്ന് വന്നിരിക്കുന്ന നഷ്ടങ്ങൾ ഒത്തിരിയാണ്, നിരവധിയാണ്. നമ്മളുള്ളത് കൊച്ചിയിലെ കാളമുക്ക് ഹാർബറിലാണ്. ഈ കാണുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ട്രോളിംഗ് കാലമാണ്. ഇവിടേക്ക് പോകുന്നത് വള്ളങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പോകാൻ കഴിയുന്നത്. ഈ പോയ വള്ളങ്ങളുടെ ഒരവസ്ഥയാണിത്. തിരിച്ച് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വലകളെല്ലാം ഇത് കണ്ടെയ്നറിലും മറ്റ് അവശിഷ്ടങ്ങളിലും കുടുങ്ങി അത് പൊട്ടി വല നശിക്കുന്നു. തിരിച്ച് ഇവിടേക്ക് വന്നതിന് ശേഷം ഇവരിത് വളരെ കഷ്ടപ്പെട്ട് അത് പലതും അതിന് തുന്നിയെടുക്കുക, അറ്റകുറ്റപ്പണികൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഇതിപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ച ഒരു വള്ളത്തിലേക്ക് ഈ വലകൾ കയറ്റുന്ന അതൊന്നുകൂടി പരിശോധിച്ച ശേഷം അവർ കൊണ്ടുപോകുന്നതാണ്. 1 കിലോയ്ക്ക് 600 രൂപയാണ് ഈ വലയ്ക്ക് വില വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വള്ളത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾ എന്ന് പറയുന്നത് 1000 കിലോ വല വരെ ഇത് അവർക്ക് നഷ്ടമാവുന്നൊരവസ്ഥ. നോക്കുക, എത്ര കണ്ട ദുരിതത്തിലേക്കാണ് അവർ പോകുന്നത്. കാരണം ഇതൊരു ട്രോളിംഗ് കാലമാണ്, വറുതിയുടെ ഒരു കാലം കൂടിയാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. ആ ഒരു കാലത്താണ് ഈ രീതിയിലേക്കുള്ള ഒരു പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നത്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ വള്ളത്തിൽ നിന്നുള്ള വല കൂട്ടി അവർ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ വരികയാണെങ്കിൽ ഇവിടേക്ക് ഈ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇവിടെ
വന്ന് ഇരുന്ന്, കാരണം ഇത് തുന്നിയിട്ട് വേണം, അത് കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത്തരം കാര്യങ്ങൾ തീർത്തിട്ട് വേണം അവർക്ക് മുന്നോട്ട് പോകാനുള്ളത്. കൂടി ഇരുന്ന് അവർ ഇത് തുന്നി വലകൾ ശരിയാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഓരോ ദിവസവും ഇത്തരം വലിയ തിരിച്ചടികൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഈ വലപ്പണി അത് പൂർത്തീകരിച്ചതിന് ശേഷം അവർക്ക് കടലിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കേരളത്തിൻ്റെ തീരമേഖലകളിൽ ഇത് തന്നെയാണ്. വലിയ രീതിയിലുള്ളൊരു തിരിച്ചടികളിലേക്കെല്ലാം ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രോളിംഗ് നിരോധന കാലത്താണ് ഈ ഒരു വിഷയത്തിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. നമുക്കൊപ്പം ഇവിടുത്തെ തൊഴിലാളികൾ കൂടി അവർ ചേരുന്നുണ്ട്. ഈ വല തുന്നിയെടുക്കുന്ന അതിൻ്റെ ഒരു തിരക്കിലും കാര്യങ്ങളിലും എല്ലാം തന്നെയാണ്. വലിയ പ്രതിസന്ധി ഇതിനു മുമ്പ് ഈ രീതിയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും കണക്ക് വെച്ച് ഇത്തരം കാര്യങ്ങൾ അവർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇടയിലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഏതായാലും ഈ ഒരു പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ് ഇത്. ഇതിനു മുൻപ് ഈ രീതിയിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഈ വലപ്പണിയുമായി ബന്ധപ്പെട്ട്? ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് സംഭവിച്ചത്. കാര്യം കടലിലെ ഉടക്കുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉടക്കിൻ്റെ അടുത്ത് വരുമ്പോൾ അലാറിനടിക്കും. ഇതൊരു പ്രതീക്ഷിക്കാത്ത ഉടക്കുകളാണ് ഇപ്പോൾ കടലിൽ കാണുന്നത്. ഒരു വള്ളത്തിനല്ല, ഇപ്പോൾ ഓണ വള്ളത്തിൽ ഒരു 10-15 വള്ളങ്ങൾ ഒരു ദിവസം ഇങ്ങനെ വല കണ്ടിച്ച് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ സംശയം കണ്ടെയ്നർ ഒഴുകി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ്. കാര്യം അവിടെ ഉടക്കില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് മത്സ്യബന്ധനം നടത്തുന്ന സ്ഥലമാണത്. അവിടെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് കുടുങ്ങി വരുമ്പോഴേക്കും ഒത്തിരി നഷ്ടം അല്ലേ? ഒത്തിരി നഷ്ടം എന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിയാവ് ഞങ്ങൾ ഇന്നലെ കണ്ടിച്ചിട്ട് ഇന്നലെ 500 കിലോ വല ഞങ്ങൾ ഇന്ന് വെച്ചിട്ടുണ്ട്. ഇന്നലെ തികഞ്ഞിട്ടില്ല. 1 കിലോ വലക്ക് 600 സംതിങ്ങാണ് വില. ഒരു വള്ളക്കാരൻ നഷ്ടം 5-6 ലക്ഷം രൂപ നഷ്ടമാണ്. ഞങ്ങൾ അതിക്ക് മുമ്പ് ഞങ്ങൾ 6 മാസം പണിക്ക് പോകാതെ വള്ളം കെട്ടിയിട്ട് 10-25 ലക്ഷം രൂപ വള്ളത്തിനും വലക്കും മുടക്കിയിട്ടാണ് ഞങ്ങൾ പണിക്ക് ഇറങ്ങിയത്. സീസൺ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള മാസം കൂടി 1-2 മാസം. ഈ മാസം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ വീടുന്ന ഒരു മാസമാണ് മത്സ്യത്തൊഴിലാളികളുടെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള മാസമാണ്. ആ മാസമാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. ഈ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ സംഭവം. ഞങ്ങൾ കടലിനും കാറ്റിനെയും പേടിച്ചാണ് കടലിൽ പോണത് എല്ലാവരും. അതിനിടയിൽ കൂടിയാണ് ഈ സംഭവം വരുന്നത്. കാര്യം മക്കൾ പട്ടിണിയായി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാറ്റ് മഴയാണെങ്കിൽ പണിക്ക് പോണത് മത്സ്യത്തൊഴിലാളികൾ. അതിനിടക്കാണ് ഈ പറയുന്ന ഈ കണ്ടെയ്നർ പോലുള്ള സാധനങ്ങൾ ഒഴുകി വന്ന് വല കയറുന്നത്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതിനൊരു പരിഹാരം സർക്കാർ തലത്തിൽ തന്നെ നടത്തണം. അതിന് സർക്കാർ തയ്യാറാകാൻ വേണം. ഈ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ അവർ പറയുന്ന അവർ കഴിഞ്ഞ കാല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവർ പറയുന്നു. കാരണം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഒരു നഷ്ടപരിഹാരം അടക്കം സർക്കാർ പ്രഖ്യാപിക്കുന്നു. അത് മതിയായതാണോ? 1000 രൂപയും നഷ്ടപരിഹാരം വെറുതെ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനൊരു പ്രായോഗികമായ ഇത് വേണ്ടേ? അത് ആ ഒരു തീരുമാനം പറ്റില്ലല്ലോ. ഇത് എല്ലാ വർഷവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം തന്നെ കപ്പലടിക്കുന്ന എക്കല് ഉടക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിലെന്തോരം നഷ്ടം വല കണ്ടിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും.